രാത്രി ഞങ്ങൾ പോയി കിടുങ്ങി വിറച്ച ഒരു സ്ഥലത്തോട്ടാണ് നിങ്ങളെ ഞാനിന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. ഈ സ്ഥലം നിങ്ങൾ കണ്ടിരിക്കാനുള്ള വഴിയൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. എനിക്കിതിൻ്റെ ശാസ്ത്രം ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൂടാ. എന്നാലും ഒരു ഒറ്റ കാര്യം പറയാം, ഒരുപാട് കാലവർഷം പഴക്കമുള്ളതാണ് ഈ ഒരു സ്ഥലം. ഇലഞ്ഞിക്കൽ ഫാം എന്നൊക്കെ പറയും. നമ്മുടെ ട്രിവാൻഡ്രം കിളിമാനൂർ പോങ്ങനാട് പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്ഥലം. ഏക്കർ കണക്കിന് പറമ്പും ഒരുപാട് കാട്, പിന്നെ ഒരു മന പോലൊരു സംഭവം. നമ്മുടെ ബ്രഹ്മയുഗം സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു സെയിം വൈബ്, ഹൊറർ വൈബ്. ഈ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ നിന്ന് ഒരുപാട് നടക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ബൈക്കിലും കാറിലും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇതെല്ലാം മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് തന്നെ കേട്ടോ. ആ കാണുന്ന കുളം നമ്മൾ കയറുന്ന ആ ഒരു ഇടത് സൈഡിൽ തന്നെ വലിയൊരു കുളമാണ് കേട്ടോ. നല്ല ചതുപ്പൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ചെന്നെത്തുന്നത് ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മന. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഇല്ലം പോലെയൊക്കെ ഇരിക്കും. ഇവിടെ വരുമ്പോൾ നമ്മൾ പേടിക്കാനുള്ള ഒരു 3 കാര്യങ്ങളേ ഉള്ളൂ. 1 പാമ്പ്, 2 പട്ടി, 3 പന്നി. ഇങ്ങനെയുള്ള ജീവികളിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ഇതാണ് ആ പറഞ്ഞ മന. എന്തൊരു വൈബല്ലേ. സത്യം പറഞ്ഞ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഈ മനയുടെ അകത്തോട്ടൊന്ന് കയറി കാണിക്കണമെന്നുണ്ട്. പക്ഷേ അവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. അതായത് എലികളും വവ്വാലുകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരുപാട് കയറി നിറഞ്ഞ് അതിൻ്റെയൊക്കെ വേസ്റ്റുകളും അതും ഇതൊക്കെ അവിടെ കിടപ്പുണ്ട്. അയ്യോ, ഈ കാട് എന്തൊരു വലിയ കാടാണല്ലേ. പകൽ സമയത്താണ് നമ്മൾ പോയതെങ്കിലും കൂടെ വന്നവർക്കൊക്കെ അത്യാവശ്യം ഉള്ളിലോട്ട് ചെയ്തപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. എനിക്കും പേടിയുണ്ടായിരുന്നു. പിന്നെ കൂടെ വന്നവർ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി വെയിറ്റ് ഒക്കെ ഇട്ട് നിന്ന് അത്രേ ഉള്ളൂ. പിന്നെ ഫാം എന്നൊക്കെ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പന്നി ഫാമാണ് കേട്ടോ. പന്നിയുടെ ഫാം ഇപ്പോൾ അത് നിലവിലില്ല, അത് പൂട്ടിപ്പോയി. ഇതിൻ്റെ ടോപ്പിലോട്ട് എത്തണമെങ്കിൽ നമ്മളൊരു 3-4 കിലോമീറ്റർ നടക്കണം കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇതും കണ്ട് മേലോട്ട് വെപ്രാളത്തിൽ ചെന്ന് കയറിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഒരു കുപ്പി ബോട്ടിൽ വെള്ളം പോലും ഞങ്ങൾ എടുക്കാൻ മറന്നുപോയി. ഇനി താഴെ പോയി എടുക്കണമെങ്കിൽ വീണ്ടും 3 കിലോമീറ്റർ താഴോട്ട് പോകും. അവസാനം ആടുജീവിതം പോലെയൊക്കെ ആവുമെന്നൊക്കെ വിചാരിച്ചു. ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നടന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്നൊന്നും എത്തത്തില്ല. അതാണ് ഹൈലൈറ്റ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഹൊറർ റീൽ ഇടയ്ക്ക് വെച്ച് ഇവിടെ ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്തായിരുന്നു. അതിൻ്റെ പരിപാടിക്കാണ് ഇവിടെ വന്നത്. ഷൂട്ടിന് നൈറ്റ് ഷൂട്ടാണ്. നമ്മൾ ആ ടോപ്പിൽ ചെന്ന് കയറുന്ന സ്ഥലത്തൊരു വലിയ മൈതാനം പോലൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. അത്രയും നല്ലൊരു സ്പേസ് അവിടെ കിട്ടുന്നു. അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം, ഒരു കിടിയിലെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഈ മുള ഇല്ലേ, വളച്ചിങ്ങനെ വെച്ചേക്കുന്നുണ്ട്. ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ ഒരു നൈസാണ് കേട്ടോ. പിന്നെ ഈ വഴി പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തറയുടെ മണ്ണിൻ്റെ അടിയിലൊക്കെ മറ്റേ 360 ഡിഗ്രി വളഞ്ഞ് കിടപ്പുണ്ട്. ചിലപ്പോൾ കറങ്ങി ഒരു പിടിയെങ്കിൽ പിടി. 360യെ പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് അണലി സാർ എന്നൊക്കെ പറയും. നോക്കിയും കണ്ടുമൊക്കെ ചെന്ന് കയറിയില്ലെങ്കിൽ വീട്ടിൽ 16 ദിവസം കഴിയുമ്പോൾ ഇഡലി സാമ്പാറൊന്നും കൊടുക്കേണ്ടി വരും. ഇവിടെ നിന്നല്ല പാമ്പിൻ്റെ വല്ലതും കടിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴെ എത്തുമ്പോൾ തീരും. മെഡിക്കൽ കോളേജ് പോയിട്ട് ഗോകുലം വെഞ്ഞാറമൂട് പോലും എത്തൂല. എന്നാൽ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുന്നത്. എനിക്കൊരു ഒറ്റ കാര്യം നിങ്ങളുടെ അടുത്തൊക്കെ പറയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ ആർക്കും വേണ്ടിയിട്ട് ആരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ നിൽക്കരുത്. ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ജോലി കിട്ടിയില്ലെങ്കിൽ വീടിൻ്റെ നെല്ലെല്ലാം അവിടെ ഇടിഞ്ഞു വന്ന് വീഴും. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ആരെയൊന്നും കേൾക്കാൻ നമ്മൾ നിൽക്കുക. നമുക്കിപ്പോൾ ചീത്ത സമയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചീപ്പ് ഉപയോഗിച്ച് തലമുടി കോതിയാൽ പോലും അത് നേരെ ചപ്പി ഒതുങ്ങിയിരിക്കത്തില്ല. അതാണ് സത്യം. എന്നെക്കാളും ഒരുപാട് ഓണം ഉണ്ടവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എല്ലാവരുടെ അടുത്ത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവുക, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. നമ്മുടെ തെറ്റ്, നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ കരണത്തടിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് അങ്ങ് ഒഴിവാക്കി കളഞ്ഞോണം. ഇല്ലെങ്കിൽ നമ്മുടെ പതനമായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. വലിയ മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഞാൻ ഈ വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം 100% നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക.